ാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ നഗരവീഥികളും ജനമനസ്സുകളും ദിവസങ്ങൾക്ക് മുൻപേ തയ്യാറായി കഴിഞ്ഞു. മാധ്യമങ്ങളിൽ കൂടി മാത്രം കണ്ട ജനനായകനെ, രാഷ്ട്ര നേതൃത്വത്തെ, വിദേശ രാഷ്ട്രങ്ങളിലടക്കം ഇന്ത്യയുടെ സാന്നിധ്യമറിയിച്ച, കരുത്തുറ്റ സാന്നിധ്യമറിയിച്ച, കക്ഷി രാഷ്ട്രീയത്തിന് അതീതനായ എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളെയും ഒരുപോലെ പരിഗണിക്കുന്ന, ഒരുപോലെ സംരക്ഷിക്കുന്ന ആ വലിയ മനസ്സിന്റെ നേർചിത്രം മനസ്സിന്റെ സ്വകാര്യ അഹങ്കാരമായി പകർത്താൻ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയ ജനസഹസ്രങ്ങൾ മണിക്കൂറുകൾക്ക് മുൻപേ അക്ഷമരായി കാത്തു നിൽക്കുകയാണ് ഇവിടെ. കക്ഷി രാഷ്ട്രീയം മറന്ന് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും തങ്ങളുടേതായ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചാണ് ഭാരതത്തിന്റെ ദീർഘവീക്ഷണമുള്ള പ്രധാനമന്ത്രിയെ കാത്ത് ഈ ജനസാഗരം ഇവിടെ അലയടിക്കുന്നത്. തൃശ്ശൂരിന്റെ സ്വന്തം തൃശ്ശൂർ പൂരത്തിനെന്ന പോലെ ആ കൗതുകത്തോടും ആശ്ചര്യത്തോടും ആരാധനയോടും കൂടിയാണ് ഓരോ ജനഹൃദയവും തങ്ങളുടെ പ്രധാനമന്ത്രിയെ കൺനിറയെ കാണാൻ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. തേക്കിൻകാട് മൈതാനത്തിൽ തെക്കേ ഗോപുരനടയിൽ നിന്ന് വടക്കു ഭാഗത്ത് നായ്ക്കനാലിന് സമീപത്താണ് അദ്ദേഹത്തിന് വേണ്ടി വേദി ഒരുക്കിയിരിക്കുന്നത്. പുഷ്പാലങ്കൃതമായ വേദിയോടൊപ്പം വിവേകാനന്ദ സ്വാമി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, ഡോക്ടർ പൽപ്പു തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കളുടെ ചിത്രങ്ങളും ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക നായകരെ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ നേതൃത്വം ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് മാറ്റുകൂട്ടുവാൻ നഗരവീഥികൾ അലങ്കരിക്കുന്നതിനോടൊപ്പം നഗരത്തിലാകമാനം 50-ലധികം കമാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം തൃശ്ശൂർ പേരൂരിന്റെ ചരിത്രത്തിൽ, രാഷ്ട്രീയ ഭൂപടത്തിൽ എഴുതി ചേർക്കാവുന്ന ഒന്നാണ്. കാരണം പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള ബഹുമാനനായ അദ്ദേഹത്തിന്റെ പ്രഥമ കേരള സന്ദർശനമാണ് തൃശ്ശൂരിലേത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും സന്നാഹങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ദിവസങ്ങൾക്ക് മുൻപേ ഈ ജനസാഗരം കണക്കിലെടുത്തുകൊണ്ട് SPG സംഘം ഇവിടെ നിലയുറപ്പിച്ചിരുന്നു. ജില്ലാ ഭരണകൂടവും പോലീസും SPG, BJP പ്രതിനിധികൾ എന്നിവർ ചേർന്നാണ് പഴുതടച്ചുള്ള പദ്ധതികൾക്ക് അവസാന രൂപം നൽകിയത്. ഇവിടെ ഈ തേക്കിൻകാട് മൈതാനിയിൽ ജനസഹസ്രങ്ങൾ അദ്ദേഹത്തിനായി കാത്തു നിൽക്കുകയാണ്. കൊച്ചിയിൽ നിന്നും കുട്ടനെല്ലൂരിലേക്ക് ഹെലികോപ്റ്ററിൽ എത്തുന്ന അദ്ദേഹം റോഡ് മാർഗമാണ് തേക്കിൻകാട് മൈതാനിയിലേക്ക് എത്തിയിരിക്കുന്നത്. സമ്മേളന നഗരിയിലെ ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് തൃശ്ശൂരിനോട് അദ്ദേഹത്തിന്റെ മനസ്സ് പങ്കുവച്ച് ഏകദേശം 1 മണിക്കൂറിന് ശേഷം തിരിച്ച് റോഡ് മാർഗം തന്നെയാണ് കൊച്ചിയിലേക്ക് അദ്ദേഹം യാത്ര തിരിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, തേക്കിൻകാട് മൈതാനത്തിന്റെ തെക്കേ ഗോപുരനടയിൽ നിന്ന് വടക്കു ഭാഗത്ത് നായ്ക്കനാലിന് സമീപത്താണ് അദ്ദേഹത്തിനുള്ള വേദി ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 25 അടി ഉയരത്തിൽ 30 അടി നീളത്തിലാണ് വേദി ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വേദിയിൽ നിന്നും 60 അടി അകലത്തിൽ വേദിയുടെ 4 വശത്തും സുരക്ഷാ ക്രമീകരണത്തിനായി ബാരിക്കേഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, വടക്കുനാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനത്തിന് അഭിമുഖമായി മൈതാനത്തിന്റെ റോഡിനോട് ചേർന്ന് വേദി നിർമ്മിക്കുമ്പോൾ ക്ഷേത്ര ദർശനത്തിനായി എത്തുന്ന ഭക്തർക്കും പൊതുജനങ്ങൾക്കും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ വേണം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതെന്ന കർശന നിർദ്ദേശം അധികാരികൾക്ക് നൽകിയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സന്ദർശനം പ്രമാണിച്ച് ഇന്ന് സ്കൂളുകൾക്കോ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ അവധിയോ മറ്റ് നിയന്ത്രണങ്ങളോ ഏർപ്പെടുത്തിയിട്ടില്ല എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇങ്ങനെ സാധാരണ ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ കരുതലാവാം നരേന്ദ്രമോദി എന്ന വ്യക്തിയെ, ജനനേതാവിനെ, ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഭാരതീയനായ കൊച്ചുകുട്ടിയുടെ മനസ്സിൽ പോലും ഇത്രമേൽ ആരാധനയോടെ പ്രതിഷ്ഠിക്കാൻ കാരണം. നമുക്ക് കാണാൻ സാധിക്കും, വൻ ജനാവലിയെ സാക്ഷി നിർത്തി കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവിനായി ആർത്തലച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അല്പസമയത്തിനകം സമ്മേളന നഗരിയിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി കാതോർത്തുകൊണ്ട് ജനലക്ഷങ്ങളാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. വൻ പോലീസ് സന്നാഹവും അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളും അദ്ദേഹത്തിന്റെ വരവിനായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള വൻ ജനാവലി ആ നേതാവിനെ, മനുഷ്യസ്നേഹിയെ, പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണാൻ, മാധ്യമങ്ങളിൽ മാത്രം കണ്ടുപരിചയിച്ച ആ മുഖം നേരിൽ കാണാൻ, ആ അദ്ദേഹത്തിന്റെ നേർചിത്രം സ്വകാര്യ അഹങ്കാരമായി മനസ്സിൽ ചാർത്താൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ അദ്ദേഹത്തിന്റെ വരവിനായുള്ള ഒരുക്കങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു.
BJP നേതൃത്വം, മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഈ തേക്കിൻകാട് മൈതാനിയിൽ വൻ ജനസഹസ്രം അദ്ദേഹത്തിനായി കാത്തു നിൽക്കുകയാണ്. സമ്മേളന നഗരിയിലെ ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് തൃശ്ശൂരിനോട് അദ്ദേഹത്തിന്റെ മനസ്സ് പങ്കുവെച്ചുകൊണ്ട് ഏകദേശം 1 മണിക്കൂറിന് ശേഷം തിരികെ റോഡ് മാർഗം തന്നെ കൊച്ചിയിലേക്ക് യാത്ര തിരിക്കും എന്നാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതനായ എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളെയും ഒരുപോലെ പരിഗണിക്കുന്ന, എല്ലാ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഉള്ള യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാ ആവശ്യങ്ങളും മനസ്സറിഞ്ഞ് നിർവഹിക്കാൻ ശ്രമിക്കുന്ന പ്രധാനമന്ത്രിയെ കാത്ത് ഇവിടെ ജനസഹസ്രങ്ങൾ അക്ഷമരായി അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാതോർത്തുകൊണ്ട് അദ്ദേഹത്തെ കണ്ണിറയെ ഒന്ന് കാണുന്നതിന് വേണ്ടി ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതിനുള്ള എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും പോലീസ് സന്നാഹങ്ങളും അതുപോലെ തന്നെ മറ്റ് ഫയർഫോഴ്സ്, പോലീസ് എന്ന മറ്റ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്രയും ജനാവലി തൃശ്ശൂർ നഗരം കണ്ടത് തൃശ്ശൂർ പൂരത്തിനായിരിക്കും. അതിനുശേഷം ഇത്രയും ജനാവലിയെ തൃശ്ശൂർ നേരിട്ട് കാണുന്നത് ചരിത്രത്തിൽ ആദ്യമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു മുഹൂർത്തം നമുക്ക് തൃശ്ശൂരിന്റെ ചരിത്രത്തിൽ, രാഷ്ട്രീയ ഭൂപടത്തിൽ രേഖപ്പെടുത്താവുന്ന ഒന്ന് തന്നെയാണ്. നരേന്ദ്രമോദി എന്ന ജനമനസ്സുകളിൽ സുപ്രധാന സ്ഥാനമുള്ള ജനനേതാവിനും അദ്ദേഹം വഹിക്കുന്ന സ്ഥാനത്തിനും അർഹിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രസംഗിക്കുന്ന വേദി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം തെക്കേ ഗോപുരനടയിൽ നിന്നും വടക്ക് ഭാഗത്ത് നായ്ക്കനാലിന് സമീപത്തേക്ക് മാറ്റിയത്. അതുപോലെ തന്നെ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി വൻ ഉദ്യോഗസ്ഥ വൃന്ദം കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവിടെ നിലയുറപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം സമ്മേളന നഗരിയിൽ എത്തിക്കഴിഞ്ഞു. മുൻ നിശ്ചയിച്ച പ്രകാരം സമ്മേളന നഗരിയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹം മുൻ നിശ്ചയിച്ച ആളുകളുമായി സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ജനാവലിയെ അഭിവാദ്യം ചെയ്യുന്നതിനായി വേദിയിൽ എത്തിച്ചേരും എന്നാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. ഇന്ന് ഈ ദിവസം ഓരോ തൃശ്ശൂർ സ്വദേശിക്കും അഭിമാനത്തിന്റെ ദിവസമാണ്. പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള കേരള സന്ദർശനത്തിൽ അദ്ദേഹം ആദ്യം എത്തുന്നത് നമ്മുടെ സ്വന്തം തൃശ്ശൂരിന്റെ മണ്ണിലാണ്. അത് ഈ വടക്കുനാഥന്റെ മണ്ണിൽ, ഈ പവിത്ര ഭൂവിലാവുമ്പോൾ അതിന്റെ പ്രാധാന്യം ഏറുകയാണ്. തൃശ്ശൂർ പൂരം കാണാനെത്തുന്ന കൊച്ചുകുട്ടിയെ പോലെ ആ കൗതുകത്തോടും ആശ്ചര്യത്തോടും ആരാധനയോടും കൂടി തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ ജനമനസ്സും അദ്ദേഹത്തെ സ്വീകരിക്കാൻ, അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ, അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി കാതോർക്കാൻ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. തൃശ്ശൂരിന്റെ പുരോഗമനത്തിന് ആവശ്യമായ മറ്റു പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഓരോ ജനമനസ്സും അത് കേൾക്കാൻ തന്നെയാണ് ഇവിടെ കാതോർത്തിരിക്കുന്നത്. ഇവിടെ മുസ്ലിസ് പദ്ധതി പോലെ, ഗുരുവായൂരിന്റെ വികസനം പോലെ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, ഈ നാടിന്റെ ഓരോ വ്യക്തിക്കും അനുഭവിക്കാവുന്ന ഓരോ വസ്തുതകളെ കുറിച്ച് അദ്ദേഹം സംസാരിക്കും എന്ന് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾക്കായി നമ്മൾ കാതോർത്തിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ വേദിയിൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം മുൻ നിശ്ചയിച്ച പ്രകാരം PM-ന്റെ പ്രത്യേകം തയ്യാറാക്കിയ ഓഫീസിൽ മുൻ നിശ്ചയിച്ച ആളുകളുമായി സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം ഈ ജനാവലിയെ അഭിവാദ്യം ചെയ്യുന്നതിനായി വേദിയിൽ എത്തും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ.
നമുക്ക് കാണാൻ സാധിക്കും വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് അദ്ദേഹത്തിന്റെ സ്ഥാനത്തിനും അതുപോലെ തന്നെ നരേന്ദ്രമോദി എന്ന വ്യക്തിത്വത്തിനും വേണ്ടി ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടു പരിചയിച്ച ആ മുഖം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, ആ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടി നമുക്ക് കാണാൻ സാധിക്കും ഓരോ വ്യക്തിയുടെയും മുഖത്തെ ആ അക്ഷമ. മണിക്കൂറുകൾക്കകം തന്നെ അദ്ദേഹം വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ആനയിച്ചുകൊണ്ട് ഒരു സംഘം ആളുകൾ വരുന്ന കാഴ്ച നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. പുഷ്പാലങ്കൃതമായ വേദിയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു കഴിഞ്ഞു. കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്യും. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന ജനസാഗരത്തിന്റെ അലയൊലികളെ നിശബ്ദമാക്കിക്കൊണ്ട് അല്പസമയത്തിനകം അദ്ദേഹം തൃശ്ശൂരിന്റെ ജനതയോട് മനസ്സ് തുറക്കും. ഇനി നമുക്ക് അദ്ദേഹത്തിനെ കണ്ണിറയെ കാണാം. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി കാതോർക്കാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ തൃശ്ശൂർ വടക്കുംനാഥൻ്റെ ഈ മണ്ണിലേക്ക്, ഈ മഹാസമ്മേളനത്തിലേക്ക് സന്തോഷപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വന്ദേമാതര ഗാനം ആലപിക്കുന്നതിന് വേണ്ടി കുമാരി ഗായത്രി അശോകൻ. വന്ദേ മാതരം സുജലാ സുഫലാ മലയജ ശീതളാ സസ്യശ്യാമലാ മാതരം വന്ദേ ശുഭ്ര ജ്യോത്സ്നാ പുളകിതയാമിനി പുല്ലകുസുമിത ദ്രുമദല ശോഭിനി സുഹാസിനി സുമധുര ഭാഷിണി സുഖദാ വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ബഹുമാനനായ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി, പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വി മുരളീധരൻജി, ഈ വേദിയിലുള്ള പാർട്ടിയുടെ മുതിർന്ന എല്ലാ നേതാക്കന്മാരെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിനു വേണ്ടി, സംഘാടക സമിതിക്ക് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ മോഡിജിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വി മുരളീധരൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
പാർട്ടി ജില്ലാ പ്രസിഡന്റ് ശ്രീ എ നാഗേഷ്, സംസ്ഥാന അധ്യക്ഷൻ ശ്രീ മുരളീധരൻ എന്നിവർ നരേന്ദ്രമോദിജിയെ പുഷ്പഹാരമണിയിച്ച് സ്വീകരിക്കുന്നു. അധ്യക്ഷ ഭാഷണത്തിനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ്, കഴിഞ്ഞ 6 വർഷക്കാലമായി ഈ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ശ്രീ വി മുരളീധരൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ മഹാസംഗമത്തിൽ നമ്മളെ അഭിസംബോധന ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഭാരതത്തിൻ്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രി, നമുക്കേവർക്കും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ നേതാവ് ശ്രീ നരേന്ദ്രമോദിജി, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ ശ്രീ രാജേട്ടൻ, ശ്രീ കൃഷ്ണദാസ് ജി, ശ്രീ സി കെ പത്മനാഭൻ അവർകൾ, ശ്രീ പി എസ് ശ്രീധരൻ പിള്ള അവർകൾ, ശ്രീ കെ വി ശ്രീധരൻ മാസ്റ്റർ, പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ എച്ച് രാജ അവർകൾ, പാർട്ടിയുടെ കേരളത്തിൻ്റെ സഹപ്രഭാരിയായിട്ടുള്ള മംഗലാപുരത്ത് നളിൻ കട്ടീലുകൾ, വേദിയിലുള്ള മറ്റ് പാർട്ടിയുടെ നേതാക്കളെ, തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള 10,000-കണക്കിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ, അനുഭാവികളെ, അതോടൊപ്പം ഈ തൃശ്ശൂർ ജില്ലയുടെ പരിസര ജില്ലകളായിട്ടുള്ള എറണാകുളം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നെത്തിയിട്ടുള്ള പ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. ഈ സമ്മേളനത്തിന് നമ്മളിവിടെ വേദിയിൽ ഒരു പേര് കൊടുത്തിട്ടില്ല. പക്ഷെ ഈ സമ്മേളനം കേരളത്തിൽ പരിവർത്തനത്തിന്റെ നാന്ദി കുറിക്കുന്ന സമ്മേളനമാണ്. കേരളത്തിൽ മാറ്റത്തിന്റെ തുടക്കം കുറിക്കുന്ന സമ്മേളനമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന സമ്മേളനമാണിത്. അതിനു വേണ്ടിയിട്ട് അധ്വാനിച്ച, അതിനു വേണ്ടിയിട്ട് അതിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ഈ പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് അധ്വാനിച്ചിട്ടുള്ള, വിയർപ്പൊഴുക്കിയ ഈ 4 ജില്ലകളിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ, അവരോരോരുത്തരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഈ റാലി നിങ്ങളുടെ വിജയമാണ്. പക്ഷെ അതോടൊപ്പം കഴിഞ്ഞ 4-5 പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിൻ്റെ മണ്ണിൽ ഈ കാവ്യപതാക, കുങ്കുമഹരിത പതാക, ഈ പതാക പാറിക്കാൻ വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിച്ച പരശതം ബലിദാനികളുടെ സ്മരണയ്ക്ക് മുന്നിൽ ഈ അവസരത്തിൽ ഞാൻ കുങ്കുമപ്പൂക്കൾ അർപ്പിക്കുന്നു. കാരണം അവർ നൽകിയ രക്തത്തിന്റെ വിലയാണ്, അവർ നൽകിയ ജീവന്റെ വിലയാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ കൈവരിക്കാൻ സാധിച്ചിട്ടുള്ള വിജയം. ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ഏറ്റവും ഒടുവിൽ കേരളത്തിൽ വന്നത് നമുക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം അന്ന് വന്നത് തിരുവനന്തപുരത്ത് ശംഖുമുഖത്താണ്. ശംഖുമുഖത്ത് വന്നപ്പോ അദ്ദേഹത്തിന്റെ പ്രസംഗം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ശബരിമലയുടെ പ്രാധാന്യത്തെക്കുറിച്ച്. ശബരിമല എന്നുള്ള തീർത്ഥാടന കേന്ദ്രം, ആ തീർത്ഥാടന കേന്ദ്രം എങ്ങനെ കേരളത്തിന്റെ വികസനത്തിന്റെ അടിസ്ഥാന ശിലയായി മാറും എന്നുള്ളതിനെ കുറിച്ച് അന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. സർ, the whole of Kerala is expecting an announcement. Your actions on Shabarimala, we are sure that you are the Prime Minister and you will be the Prime Minister who will do something for Shabarimala, which has been neglected all these decades. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കേരളത്തിൽ ശബരിമല കഴിഞ്ഞ ശംഖുമുഖം സമ്മേളനത്തിന് ശേഷം, അതിനുശേഷം അദ്ദേഹം കാസർഗോഡ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മാത്രമേ അദ്ദേഹത്തിന് വരാൻ സാധിച്ചുള്ളൂ. രാജ്യം മുഴുവനുള്ള പര്യടനത്തിനിടയിൽ
കാസർഗോഡ് ഒരൊറ്റ സ്ഥലത്തെ സമ്മേളനത്തിലൂടെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ട് ശതമാനം, ആ ശതമാനം 10.8% എത്തിക്കാൻ നരേന്ദ്രമോദിജിയുടെ ഒരൊറ്റ സന്ദർശനം കൊണ്ട് സാധിച്ചു. അത് കേരളത്തിന് നൽകിയിട്ടുള്ള നരേന്ദ്രമോദിജി നൽകിയിട്ടുള്ള വലിയ സംഭാവനയാണ്. അദ്ദേഹത്തിന്റെ സർക്കാർ അതിനുശേഷം നമ്മൾ കേരളത്തിൽ നിന്ന് ഒരാളെ പോലും തെരഞ്ഞെടുത്തില്ലെങ്കിലും നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ കേരളത്തിലെ രണ്ടായിട്ട് എതിർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം നമുക്ക് വിഴിഞ്ഞം പദ്ധതി തന്നു, അദ്ദേഹം നമുക്ക് പാലക്കാട് IIT തന്നു, അദ്ദേഹം നമുക്ക് കേരളത്തില് ദേശീയ പാതകൾക്ക് വേണ്ടി 35,000 കോടി രൂപ തന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് ഈ അടുത്ത ദിവസം കേന്ദ്രമന്ത്രി ശ്രീ തവർചന്ദ് ഗെഹ്ലോട്ട് ജി വന്ന് 1,700 കോടി രൂപ അവിടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സർക്കാർ തന്നു. നമ്മൾ ആരും ഒരാളെ പോലും പിന്തുണക്കാൻ അയക്കാതെ ഇത്രയും വാരിക്കോരി നൽകിയിട്ടുള്ള പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയെ കുറിച്ച് ഇന്നും ചില ആളുകൾക്ക് അസഹിഷ്ണുതയുണ്ട്. ഈ രാജ്യത്ത് അസഹിഷ്ണുതയുടെ ചർച്ച നടക്കുകയാണ്. ആ അസഹിഷ്ണുത ഈ കേരളത്തിലെ 2 മുന്നണികൾക്കുള്ള അസഹിഷ്ണുതയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. മോദിജിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഈ രാജ്യത്തെ മുഴുവൻ മുഖ്യമന്ത്രിമാർക്കും ക്ഷണപത്രമുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് അവിടെ പോകാൻ സമയം കിട്ടിയില്ല. ബീഹാറിൽ ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തപ്പോ അവിടെ പോകാൻ ഉമ്മൻചാണ്ടിക്ക് സമയം കിട്ടി. പക്ഷേ ഈ രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തപ്പോ അവിടെ പോകാൻ ഉമ്മൻചാണ്ടിക്ക് സമയം കിട്ടിയില്ല. ഇതിൽ കൂടുതൽ അസഹിഷ്ണുത ഈ രാജ്യത്ത് ഈ സർക്കാരിനെതിരായിട്ട് ആര് പ്രകടിപ്പിച്ചിട്ടുണ്ട്? ഇപ്പോ ആ അസഹിഷ്ണുതയെ കുറിച്ച് പറയുന്ന ഇടതുപക്ഷക്കാര്, നമുക്ക് ഓർമ്മയുണ്ട് 1998 കുടുംബശ്രീ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ അന്ന് ബഹുമാന്യനായിട്ടുള്ള അടൽജി മലപ്പുറത്ത് വന്നപ്പോ അന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി ശ്രീമാൻ E.K. നായനാർ ആ ചടങ്ങിന് വന്നില്ല. കാരണം BJP-കാരനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടാനുള്ള അസഹിഷ്ണുത. ഇപ്പോ ഈ അസഹിഷ്ണുതയുടെ ചർച്ച നടക്കുന്നു. അസഹിഷ്ണുതയുടെ പേരിൽ പല ആളുകളും നടത്തുന്ന പ്രസ്താവനകൾ. ഏറ്റവും ഒടുവിൽ എന്താ? ഏറ്റവും ഒടുവില് കൊല്ലത്തെ പ്രതിമയുടെ പേരിൽ R. ശങ്കറിന് 1971 R. ശങ്കറിന് ലോക്സഭാ സീറ്റ് നിഷേധിക്കാൻ അന്ന് പ്രമേയം പാസാക്കി അതിനെതിരായിട്ട് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ ആളാണ്. ഇപ്പോ ശങ്കറിന്റെ പേരിൽ ആ വേദിയിലിരിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ഇപ്പോ വലിയ കള്ളക്കരച്ചിലുമായിട്ട് നടക്കുന്നത്. ഈ കള്ളക്കണ്ണീര് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് ഈ അസഹിഷ്ണുതയുടെ നാടകം, ആ നാടകം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വില പോവില്ല. ഇടതും വലതും പ്രതിപക്ഷവും ഭരണപക്ഷവും ഇപ്പോ ഒരുമിച്ചായിരിക്കുന്നു. ഇന്നലെ വരെ അഴിമതിക്കെതിരായിട്ട് കുരിശുയുദ്ധം പ്രഖ്യാപിച്ച മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോ അഴിമതിയുടെ മുഴുവൻ കഥകളും മറന്നുകൊണ്ട് മുഖ്യമന്ത്രിയോട് സഹതാപം പ്രകടിപ്പിക്കുക. ഭാരതീയ ജനതാ പാർട്ടി അഴിമതിയുടെ കാര്യത്തിൽ, വികസനത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായിട്ട് കേരളം ഭരിക്കുന്ന CPM-ന്റെയും കോൺഗ്രസിന്റെയും ഭരണങ്ങൾ ഇവർ ഒരുമിച്ചായിരുന്നു, ഇവർ തമ്മിൽ ഒത്തുകളിക്കുകയായിരുന്നു എന്ന് പറഞ്ഞത് ഒരിക്കൽ കൂടി കേരളത്തിലെ ജനങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള അവസരമുണ്ടായിരിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മോദിജി ഇതാ ഈ ഒരു നിയമസഭാ സമ്മേളനം കൂടി 4 മാസം അരികെ എത്തി നിൽക്കെ ഈ തൃശ്ശൂർ പേരൂരിലെത്തിയിരിക്കുകയാണ്. 2011 അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കോഴിക്കോട് വന്നിരുന്നു. അന്ന് അദ്ദേഹം അവിടെ നടത്തിയ പ്രചരണത്തിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടി 2011 ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചു. 2013-14 കാസർഗോഡ് അദ്ദേഹം വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ട് ശതമാനം 6.5-ൽ നിന്ന് 10.8-ലെത്തി. ഇവിടെ നരേന്ദ്രമോദിജി നിയമസഭാ തെരഞ്ഞെടുപ്പിന്
ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എത്തിയിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് മുഴുവൻ പ്രതീക്ഷ നൽകിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ പറഞ്ഞതുപോലെ അക്കൗണ്ട് തുറക്കാനല്ല ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കുന്നത്, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണം നേടാനാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തിയ അമിത്ഷാജിയുടെ വാക്കുകൾ, ആ വാക്കുകൾ അക്ഷരം പ്രതിപാലിക്കാൻ ബദ്ധശ്രദ്ധരായിരിക്കുന്ന പ്രവർത്തകർക്ക് ആവേശം നൽകിക്കൊണ്ട് എത്തിയിരിക്കുന്ന നരേന്ദ്രമോദിജി എന്നുള്ള ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക് വഴിമാറിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. ശ്രീ നരേന്ദ്രമോദിജി ലോകം കാത്തിരിക്കുന്ന നേതാവാണ്. ഈ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ശ്രീ മോഡിജിയെയും അദ്ദേഹത്തിൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കെ സുരേന്ദ്രനെയും ക്ഷണിക്കുന്നു. भारत माता की, भारत माता की। श्रीमान वी मुरलीधरन जी, श्रीमान पी के कृष्णादास, श्रीमान ओ राजगोपाल जी, श्रीमान पी एस श्रीधरन पिल्लई जी, श्रीमान एच राजा, श्रीमान सी के पद्मनाभन, श्रीमान के वी श्रीधरन मास्टर, श्रीमान एम टी रमेश, सांसद श्रीमान नलिन कुमार, श्रीमती शोभा सुरेंद्रन, श्रीमान ए एन राधाकृष्णन, श्रीमान अल्फोंसा कन्नाथम, श्रीमान के सुरेंद्रन, श्रीमान के पी श्रीसान, सांसद श्रीमान रिचर्ड है, श्रीमान नागेश, श्रीमान उमाकांथन, श्रीमान कृष्ण कुमार, श्रीमान के सुभाष, श्रीमान नारायण मास्टर, श्रीमान बी एल संतोष, श्रीमान पीजे थॉमस और विशाल संख्या में पधारे हुए केरल के मेरे भाइयों और बहनों, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വി മുരളീധരൻ ജി അവർകൾ, ശ്രീ പി കെ കൃഷ്ണദാസ് ജി, ശ്രീ ഒ രാജഗോപാൽ ജി ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ആദരണീയരായ നേതാക്കളെ, വലിയ സംഖ്യയിൽ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് നമസ്കാരം. मुझे सबसे पहले केरल से क्षमा, क्योंकि मुझे आने में देर हुई। मुझे बहुत पहले केरल आना चाहिए था, लेकिन अब ऐसा नहीं होगा, ये मैं आपको भरोसा देता हूं। എനിക്ക് കേരളത്തിൽ ഇപ്പോൾ വരുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. ഞാൻ വളരെ പണ്ടുകാലം മുതൽക്ക് തന്നെ കേരളത്തിൽ വരുന്നയാളാണ്. പക്ഷേ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ സാഹചര്യം അതല്ല. കേരളത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിയായ സന്തോഷമുണ്ട്. मैं पहले सोच रहा था कि मेरी यात्रा का प्रारंभ मैं सबरीमलाई के दर्शन से करूंगा, लेकिन किसी न किसी कारण से वो हो नहीं पाया, क्योंकि मैंने हमारे कार्यक्रम बनाने वालों को कहा था कि सबरीमलाई जाने का मेरा कार्यक्रम ऐसे बने ताकि यात्रियों को कोई असुविधा ना हो, उनको कोई तकलीफ ना हो। ऐसा समय चुना जाए ताकि
कम से कम तकलीफ औरों को दे करके मैं सबरीमलाई जाके दर्शन करूं, आशीर्वाद ले सकूं। I can't hear. Can't hear. You can put here. उनको वहां सुनने में दिक्कत होती थी। You have heard? കേരളത്തിൽ എൻ്റെ സന്ദർശനം അല്പം വൈകിപ്പോയി. ഞാൻ നേരത്തെ തന്നെ കേരളത്തിൽ വരേണ്ടതായിരുന്നു. പക്ഷേ പല കാരണങ്ങളാൽ എനിക്ക് കേരളത്തിൽ വൈകാൻ അല്പം താമസമുണ്ടായതിൽ ആദ്യമായിട്ട് നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ശബരിമലയുടെ കാര്യം സൂചിപ്പിച്ചു. ശബരിമലയിൽ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ശബരിമലയിലെ തീർത്ഥാടകർക്ക് അസൗകര്യങ്ങളില്ലാത്ത ഒരു സന്ദർശനമായിരിക്കണം എൻ്റേത് എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഇത്രയും ദിവസം ശബരിമലയിൽ വരാൻ സാധിക്കാതെ വന്നത്. मैं आज केरल में भारतीय जनता पार्टी के इस कार्यक्रम में यहां की जनता को, यहां के कार्यकर्ताओं को हृदयपूर्वक बहुत बहुत अभिनंदन करना चाहता हूं, धन्यवाद करना चाहता हूं। കേരളത്തിലെ പ്രവർത്തകർക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദനം നൽകാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. हिंदुस्तान में आजादी के बाद अगर राजनीतिक इतिहास देखा जाए, किसी भी प्रदेश का राजनीतिक इतिहास देखा जाए और उसमें भारतीय जनता पार्टी की विकास यात्रा को देखा जाए, शायद हिंदुस्तान में, केरल में भारतीय जनता पार्टी को, राष्ट्रवादी विचारधारा को पिछले 50 साल में जितना जुल्म सहना पड़ा है, शायद हिंदुस्तान में कभी किसी राजनीतिक दल के जीवन में ऐसा नहीं हुआ है। ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ, രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ, ആ സംസ്ഥാനങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു സംസ്ഥാനത്ത് പോലും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത സാഹചര്യങ്ങളിലൂടെയാണ് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകർ, അങ്ങനെയുള്ള പ്രവർത്തകർ കടന്നു പോകേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ പ്രവർത്തകരെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. सामाजिक जीवन में अनटचेबिलिटी खत्म करने के लिए केरल में भरपूर प्रयास हुए। नारायण गुरु समेत अनेक संतों ने, ऋषियों ने, मुनियों ने सामाजिक अनटचेबिलिटी खत्म करने के लिए अपना जीवन खपा दिया। लेकिन उसी केरल में सबसे ज्यादा पॉलिटिकल अनटचेबिलिटी का माहौल रहा, राजनीतिक छुआछूत का माहौल रहा और अपने विपरीत विचारधारा के लोगों को जड़ से उखाड़ फेंको, सामाजिक बहिष्कार करो और जरूरत पड़े तो उनको मौत के घाट उतार दो। इतनी विकृत विचार प्रणाली केरल के अंदर कुछ राजनीतिक नेताओं ने पनपाई है। കേരളത്തിൽ നിരവധി സാമൂഹ്യ നായകർ, നവോത്ഥാന നായകർ സാമൂഹ്യമായിട്ടുള്ള അനാചാരങ്ങൾക്കെതിരായിട്ട് പ്രവർത്തനം നടത്തി. ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള ആളുകൾ, അതുപോലെയുള്ള നിരവധി നവോത്ഥാന നായകർ, അവരാണ് കേരളത്തിൽ സാമൂഹ്യ രംഗത്ത് മാറ്റത്തിന് വേണ്ടിയിട്ട് അവരുടെ ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചത്. പക്ഷേ അങ്ങനെയുള്ള കേരളത്തിൽ
ചില ആളുകൾ സാമൂഹ്യ രംഗത്ത് ഈ നവോത്ഥാന നായകന്മാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് തൊട്ടുകൂടായ്മ ഇല്ലാതായി. പക്ഷേ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഇന്നും തൊട്ടുകൂടായ്മ അത് നിലനിർത്തുന്നു. ആ തൊട്ടുകൂടായ്മ നിലനിർത്താൻ അങ്ങനെയുള്ള എതിർക്കുന്നവരെ മുഴുവൻ അവർക്കെതിരായിട്ട് അവരെ അടിച്ചമർത്താൻ വേണ്ടി വന്നാൽ അവരെ ശാരീരികമായിട്ട് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ ഈ കേരളത്തിലുണ്ട് എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. शायद देश को ये पता नहीं होगा कि पिछले कुछ वर्षों में भारतीय जनता पार्टी के 200 से अधिक कार्यकर्ताओं को मौत के घाट उतार दिया गया, उनकी हत्याएं की गई। सिर्फ राजनीतिक कारणों से हत्या की गई। हिंदुस्तान के राजनीतिक जीवन में ऐसा विकृत रूप कहीं नजर नहीं आता है. കേരളത്തില് കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയില് 200ഓളം പ്രവർത്തകരെയാണ്, ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരെയാണ് ഇല്ലാതാക്കിയത്, കൊല ചെയ്തിട്ടുള്ളത്. ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിൽ പോലും രാഷ്ട്രീയമായിട്ടുള്ള വിരോധത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള കൊലപാതകങ്ങൾ മറ്റെവിടെയും നടക്കുന്നില്ല. की सेवा का प्रण लेकर के निकले हुए उन सैकड़ों कार्यकर्ता जिनको मौत के घाट उतार दिया गया, मैं आज भारतीय जनता पार्टी के इस सभा में उन सभी कार्यकर्ताओं को उनकी शहादत को नमन करता हूं. മാതൃ രാജ്യത്തിന് വേണ്ടി രാഷ്ട്ര സേവനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയ ആ പ്രവർത്തനത്തിൽ രാഷ്ട്ര സേവയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ള ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ ജീവൻ അർപ്പിക്കേണ്ടി വന്ന ആ പരശതം പ്രവർത്തകർക്ക്, ആ പരശതം ബലിദാനികൾക്ക് അവരുടെ മുന്നിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. मैं केरल भारतीय जनता पार्टी के कार्यकर्ताओं के धैर्य की हमेशा तारीफ करता हूं और मैं देश भर के भाजपा के कार्यकर्ताओं को कहता रहता हूं कि सार्वजनिक जीवन में किस प्रकार से कार्य करना चाहिए, कैसा धैर्य होना चाहिए, ये अगर सीखना है तो केरल के भाजपा के कार्यकर्ताओं से सीखना चाहिए. കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരുടെ നിശ്ചയദാർഢ്യം, ആ നിശ്ചയദാർഢ്യം അത് ഞാൻ മറ്റ് സംസ്ഥാനങ്ങളിലെ BJP പ്രവർത്തകരോട് പറയാറുണ്ട്. കാരണം കേരളത്തിലെ പ്രവർത്തകർ കാണിക്കുന്ന ഈ നിശ്ചയദാർഢ്യം അത് അനുകരണീയമാണ്. ഈ രാജ്യത്ത് ഏത് സംസ്ഥാനത്താണെങ്കിലും അവിടെയുള്ള BJP പ്രവർത്തകർ മാതൃകയാക്കേണ്ടത് കേരളത്തിലെ പ്രവർത്തകരെയാണ് എന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. और मैं ये इसलिए आपको बधाई देता हूं क्योंकि यहां पर चुनाव जीतने की संभावना कहीं नजर नहीं आती थी. कोई पद मिलेगा, प्रतिष्ठा मिलेगी, इसकी कोई संभावनाएं नजर नहीं आती थी. हर चुनाव के बाद कार्यकर्ता मिलकर के हिसाब लगाते थे कि किसी की जमानत बची कि नहीं बची. हर चुनाव के बाद कार्यकर्ता हिसाब लगाते थे कि पिछले चुनाव की तुलना में इस बार हम कम वोटों से हारे कि ज्यादा वोटों से हारे. यही हिसाब किताब पिछले 50 साल लगाते रहे. उसके बावजूद भी विजय का नामो निशान नहीं था. सत्ता दूर दूर तक नजर नहीं आती थी. उसके बाद भी भारतीय जनता पार्टी का कार्यकर्ता भारत माता की जय बोलते बोलते अपने आप को खपाता रहा. 4 पीढ़ियां खपा दी. और इसलिए मैं केरल भारतीय जनता पार्टी के इन लक्षावधि कार्यकर्ताओं को शत शत नमन करता हूं. കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരെ ഒരിക്കൽ കൂടി ഞാൻ നമിക്കുന്നു. കാരണം കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം നടത്തുമ്പോൾ ആ നടത്തുന്ന പ്രവർത്തകരുടെ മുന്നിൽ അധികാരത്തിന്റെ കസേരകൾ അത് അകലെയാണ്, വിജയത്തിന്റെ പ്രതീക്ഷകൾ അത് അകലെയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നടത്തുന്ന വിശകലനം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകളിൽ ജാമ്യസംഖ്യ തിരിച്ചു കിട്ടിയോ എന്ന് മാത്രം നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു.
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞ വോട്ട് കൊണ്ടാണോ ഈ തവണ പരാജയപ്പെട്ടത്, അതോ കൂടുതൽ വോട്ടുകൾക്കാണോ പരാജയപ്പെട്ടത് എന്ന് വിലയിരുത്തേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള അങ്ങേയറ്റത്തെ വിപരീത സാഹചര്യങ്ങൾ, അങ്ങേയറ്റത്തെ പ്രതികൂല സാഹചര്യങ്ങൾ, അധികാരം എന്നുള്ളത് കണ്ണെത്താ ദൂരത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടായ ജനതാ പാർട്ടി കേരളത്തിലെ പ്രവർത്തകർ ഭാരത് മാതാ കി ജയ് എന്നുള്ള മുദ്രാവാക്യം, ആ മുദ്രാവാക്യം മുടക്കിക്കൊണ്ട് ഇതേ പാതയിലൂടെ മുന്നോട്ട് പോകാൻ അതിനുവേണ്ടി കാണിച്ച നിശ്ചയദാർഢ്യം, ആ നിശ്ചയദാർഢ്യം കാണിച്ച കേരളത്തിലെ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ മുന്നിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എന്റെ ശിരസ് നമിച്ചുകൊണ്ട് നിങ്ങളെ പ്രണമിക്കുന്നു. आपके धैर्य की भरपूर कसौटी हुई है और आप हर कसौटी में डिस्टिंक्शन मार्क के साथ पास हुए हैं. ये छोटी बात नहीं है. നിങ്ങളുടെ അധ്വാനം അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ അധ്വാനം ഏറ്റവും ഉത്തമമായിട്ടുള്ള വിജയം, ഏറ്റവും ഡിസ്റ്റിങ്ഷനോട് കൂടിയിട്ടുള്ള പാസാവൽ എന്ന് പറയുന്നത് പോലെയുള്ള ഉത്തമമായ വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. और जनता ने भी अब अपना मन बना लिया है. पिछले महीने चुनाव हुए और केरल की जनता ने आप पर जो आशीर्वाद बरसाए हैं वो ये बताते हैं कि अब जनता ने आपकी तपस्या को आशीर्वाद दे दिया है. जनता जनार्दन ने हृदय से आपको स्वीकार कर लिया है. ജനങ്ങളും ഇപ്പോ അവരും തീരുമാനമെടുത്ത് തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർ നടത്തിയ പ്രവർത്തനം, ആ പ്രവർത്തനത്തെ അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്, അതിനെ അനുഗ്രഹിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ആ അനുഗ്രഹ വർഷമാണ് ഈ കഴിഞ്ഞ മാസം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകിയത്. ആ അനുഗ്രഹ വർഷം അത് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ നടത്തിയ കഠിനാധ്വാനത്തെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നതിന്റെ സൂചനയായിട്ട് തീർച്ചയായിട്ടും നമുക്ക് കണക്കാക്കാം. और मैं देख रहा हूं कि पिछले पंचायत के चुनावों में, नगर पालिका, महानगर पालिका चुनाव में यहां की जनता ने जो आपको इतना बड़ा समर्थन दिया और कई स्थानों पर भारतीय जनता पार्टी के कार्यकर्ता विजयी हुए, उनको जनता की सेवा करने का अवसर दिया, इसके लिए मैं यहां की जनता का भी हृदय से अभिनंदन करता हूं. बहुत बहुत धन्यवाद करता हूं. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് നൽകിയ ഈ അംഗീകാരം നിരവധി സ്ഥലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ വിജയ സോപാനത്തിലേക്ക് എത്തിച്ച, പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ വിജയ സോപാനത്തിലേക്ക് എത്തിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. भाइयों बहनों, मैं पिछले दिनों अबू धाबी गया, दुबई गया, गल्फ कंट्रीज में जहां गया वहां मैं भारतीय समुदाय को मिला. मैं अबू धाबी में लेबर कॉलोनी गया जहां पर हमारे देश से गए हुए सभी बंधु जो वहां काम करते हैं, जहां रहते हैं, और मैं विशेष रूप से केरल से वहां गए हुए सभी भाइयों को मिलकर के आया हूं. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ ഞാൻ ചില വിദേശ രാജ്യങ്ങളിൽ പോയിരുന്നു. ദുബൈയിലും അബുദാബിയിലും ഒക്കെ പോയി. അവിടെ കേരളത്തിൽ നിന്ന് അടക്കമെത്തി അവിടെ കണക്കിന് ആളുകളുടെ സാഹചര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. അവിടുത്തെ ലേബർ ക്യാമ്പുകളിൽ പോയി അവിടുത്തെ ജനങ്ങളുടെ, അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ ക്ഷേമ ഐശ്വര്യങ്ങളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. केरल से बहुत बड़ी मात्रा में रोजी रोटी कमाने के लिए दुनिया के अनेक देशों में गए हुए हैं, लेकिन अब तक न उनकी कोई सुनवाई होती थी, न उनका किसी को हाल पूछने की फुर्सत थी. मैंने मेरी विदेश नीति में भारतीय समुदाय जो विदेशों में रहता है
उसके कल्याण को प्राथमिकता दी है, उनके हकों की रक्षा को प्राथमिकता दी है और दुनिया के हर देश को भारतीय समुदाय के प्रति आदर और सम्मान और बराबरी का व्यवहार करने के लिए लगातार मैं बात कर रहा हूं और उसके सुफल भी, उसके अच्छे परिणाम भी नजर आ रहे हैं. നമ്മുടെ രാജ്യത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ ഇത്രയും കാലം അവരുടെ സുഖ വിവരങ്ങൾ അന്വേഷിക്കാൻ, അവരുടെ സ്ഥിതിഗതികൾ എന്താണെന്ന് അന്വേഷിക്കാൻ ആരും അവരെ കാണാൻ പോകാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ സർക്കാർ ഈ ലോകത്തിന്റെ എവിടെയുള്ള ഇന്ത്യക്കാരനാണെങ്കിലും അങ്ങനെയുള്ള ഓരോ ഭാരതീയന്റെയും അവന്റെ ജീവിതത്തിന്റെ സുഖത്തെക്കുറിച്ച്, അവന്റെ ക്ഷേമത്തെക്കുറിച്ച്, അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. അവരുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നു. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെയുള്ള പ്രവർത്തനമാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. वेस्ट एशिया, जहां आज आतंकवाद का साया है, उन देशों में भारत के करीब 70 लाख लोग रहते हैं और उसमें भी केरल से गए हुए नागरिकों की संख्या बहुत बड़ी मात्रा में है. हर दिन चिंता रहती है कि उस देश में खतरा पैदा हो रहा है, मेरे देशवासियों का क्या होगा. लेकिन आपने देखा होगा, विश्व के साथ आज भारत ने जो अपना बराबरी का संबंध प्रस्तावित किया है, उसके कारण दुनिया के इन देशों में जहां जहां संकट आया, हम हमारे देश के नागरिकों को सुरक्षा प्रदान करने में सफल हुए हैं. ഇന്ന് പശ്ചിമേഷ്യയിൽ ഭീകരവാദം തലയുയർത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ പശ്ചിമേഷ്യയിൽ ഏതാണ്ട് 70 ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ട്. അതിൽ വളരെ വലിയൊരു ശതമാനം മലയാളികളാണ്. ആ രാജ്യങ്ങളിൽ നിന്ന് അസ്വസ്ഥതയുടെ വാർത്തകൾ വരുമ്പോൾ ഓരോ നിമിഷവും ആലോചിക്കാറുണ്ട്, അവിടെയുള്ള നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ളവരുടെ സാഹചര്യം എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്. ഇന്ന് ലോകത്തിലെ ഓരോ രാജ്യവുമായിട്ടും ഇന്ത്യ ഒരു തുല്യ ശക്തി എന്നുള്ള നിലയിലാണ് അവരുമായിട്ട് ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് ലോകം മുഴുവൻ ആദരവ് ലഭിക്കുന്നു, ഇന്ത്യൻ സമൂഹത്തിന് ലോകം മുഴുവൻ അംഗീകാരം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭീകരവാദം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കാൻ ഈ സർക്കാരിന് വലിയൊരളവോളം സാധിച്ചിട്ടുണ്ട്. कुछ महीने पहले केरल की हमारी कुछ बेटियां जो नर्सिस के रूप में काम कर रही थी, इन देशों में आतंकवादियों ने उनको पकड़ लिया. मौत मंडरा रहा था. इन बच्चियों का क्या होगा, सारे हिंदुस्तान की आंखों में आंसू थे. पूरा केरल बेचैन था. केरल सो नहीं पा रहा था कि हमारी इन बेटियों का क्या होगा. लेकिन केरल की माताओं बहनों के आशीर्वाद से हमारे जो वैश्विक संबंध बने हैं, उसका परिणाम ही आया कि हमारी उन केरल की बेटियों को हम जिंदा वापस ले आए, सुरक्षित वापस ले आए और केरल उनको घर तक पहुंचा दिया. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇതേപോലെയുള്ള ഈ അസ്വസ്ഥ ബാധിതമായിട്ടുള്ള പ്രദേശങ്ങളായിട്ടുള്ള ഒരു രാജ്യത്ത് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള നഴ്സുമാര് അവര് ഈ ഭീകരവാദികളുടെ പിടിയിൽപ്പെട്ടു. കേരളം മുഴുവൻ ആശങ്കയുടെ നാളുകളിലൂടെയാണ് കടന്നുപോയത്. കേരളത്തിലെ ജനങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. പക്ഷേ ലോകത്തെ വിവിധ രാജ്യങ്ങളുമായിട്ട് നമ്മുടെ സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ, കേരളത്തിലെ അമ്മമാരുടെയും സഹോദരിമാരുടെയും പ്രാർത്ഥനയുടെ ബലത്തിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ ആശീർവാദത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ എല്ലാവരെയും, ഒരാളെ പോലും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവരെ മുഴുവൻ ആളുകളെയും തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അതൊരു വളരെ വലിയൊരു കാര്യമാണ്. यमन में युद्ध छिड़ गया, बम धमाके हो रहे थे, भारतीय समुदाय फंसा हुआ था. 5000 से अधिक लोगों को
विशेष वायुयान के द्वारा हिंदुस्तान लाए, उसमें ज्यादातर मेरे केरल के भाई थे। യമനിൽ ഇതേപോലെ യുദ്ധമുണ്ടായപ്പോ അവിടെ നിന്ന് വിമാനമാർഗം ഏതാണ്ട് 5000-ത്തിലധികം ആളുകളെയാണ്, മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ സർക്കാർ നടപടികൾ എടുത്തത്. कहने का तात्पर्य यह है कि विश्व में कहीं पर भी रहने वाला मेरा भारतीय, उनकी सुरक्षा, उनकी सुख सुविधा, इसको भी हमने प्राथमिकता दी है, क्योंकि केरल से बहुत बड़ी मात्रा में मेरे नौजवान विदेशों में रोजी रोटी कमाते हैं। उनकी चिंता करने का काम भी दिल्ली में बैठी हुई ये आपकी सरकार कर रही है। പറഞ്ഞതിന്റെ ചുരുക്കം, ലോകത്തെവിടെയുള്ള ഇന്ത്യക്കാരനാണെങ്കിലും അവരുടെ സുഖ സൗകര്യങ്ങൾ അന്വേഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു സർക്കാരാണ് ഇന്ന് ഡൽഹിയിലുള്ളത്. മലയാളികൾ ഉൾപ്പെടെ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, സ്വന്തം കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അധ്വാനിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ അവരുടെ ക്ഷേമവും സുഖവും ഉറപ്പുവരുത്താൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു സർക്കാരാണ് നിങ്ങളെല്ലാവരുടെയും സർക്കാർ. അങ്ങനെയുള്ള ഒരു സർക്കാരാണ് ഇന്ന് ഡൽഹിയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. भारत में 80 करोड़ लोग 65 से कम उम्र, 65% लोग 35 से कम उम्र के लोग हैं, नौजवान लोग हैं। उनको रोजगार मिलना चाहिए, उनको रोजगार का हिंदुस्तान में अवसर मिलना चाहिए। हिंदुस्तान के नौजवान को रोजी रोटी कमाने के लिए भारत छोड़ करके बाहर जाने की नौबत नहीं आनी चाहिए। ऐसा हिंदुस्तान बनाने का सपना लेकर के हम काम कर रहे हैं। കേരളത്തിൽ ഇന്ത്യയിലെ 65% വരുന്ന ചെറുപ്പക്കാര്, 35 വയസ്സിൽ താഴെയുള്ളവർ, അവർക്ക് അവരുടെ ജീവിതം ഈ നാട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അവർക്ക് അവരുടെ കുടുംബം പുലർത്താനായിട്ട് ഈ രാജ്യം വിട്ടുപോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതിനുവേണ്ടി സർക്കാർ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. भारत में नौजवान को रोजगार मिलेगा और इसके लिए भारत एक मैन्युफैक्चरिंग हब बनना चाहिए। यहां पर उद्योग लगने चाहिए, कारखाने लगने चाहिए, जिसमें हमारे नौजवान को रोजगार मिले। और इसलिए मेक इन इंडिया अभियान चलाया है और दुनिया के पूंजी निवेशों को भारत में पूंजी निवेश करने के लिए हम प्रेरित कर रहे हैं। നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകണം, അവർക്ക് ഇവിടെ ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ വ്യവസായങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ഈ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള നിക്ഷേപം, ആ നിക്ഷേപം മൂലധന നിക്ഷേപം, ആ നിക്ഷേപം നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം, ആ പരിശ്രമം നടത്തുന്നത് മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള പദ്ധതിയിലൂടെ. पिछले 1 साल के भीतर फॉरेन डायरेक्ट इन्वेस्टमेंट में 40% से भी ज्यादा वृद्धि हुई है। 40% से ज्यादा इंक्रीज होना, ये दुनिया का भारत पे भरोसा, भारत की युवा पीढ़ी पर भरोसा, भारत के लोगों के हुनर पर भरोसा, उसका कारण है कि आज दुनिया भारत में पूंजी निवेश के लिए आ रही है। കഴിഞ്ഞ ഒരു കൊല്ലക്കാലത്തിനിടയിൽ നമ്മുടെ രാജ്യത്തെ വിദേശ മൂലധന നിക്ഷേപം 40% വർദ്ധിച്ചിട്ടുള്ളത്. ഈ 40% വർധനവ് ലോകത്ത് ഒരുപക്ഷെ മറ്റെവിടെയുമില്ലാത്തതാണ്. അതിന് കാരണം നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാരുടെ, യുവാക്കളുടെ കർമ്മശേഷിയിലുള്ള വിശ്വാസം, ഈ നാട്ടിലെ ജനങ്ങളിലുള്ള വിശ്വാസം, ഭാരതത്തിലുള്ള വിശ്വാസം, ആ വിശ്വാസമാണ് ഈ നാട്ടിൽ ഈ തരത്തിലുള്ള 40%-ഓളം മൂലധന നിക്ഷേപത്തിലുള്ള വർധനവ്, ആ വർധനവിന് തയ്യാറാകാൻ മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകളെ സന്നദ്ധരാക്കിയത്. पिछले दिनों भारत के उद्योग जगत के जो आंकड़े आए हैं, ये आंकड़े बहुत ही उत्साहवर्धक है। इंडेक्स ऑफ इंडस्ट्रियल प्रोडक्शन 2014 के अक्टूबर महीने के समय भारत का इंडेक्स ऑफ इंडस्ट्रियल प्रोडक्शन -2.7% था, -2.7% था। आज मैं गर्व से आपको हिसाब दे रहा हूं मेरे भाइयों बहनों, 1 साल के भीतर अक्टूबर 2014 से अक्टूबर 2015 आते आते ये हो गया है
9.08%, यानी -2 से 9% प्लस हो जाना, ये कितना बड़ा जंप है जिसका आप अंदाज लगा सकते हो। വ്യാവസായിക മേഖലയിലെ വളർച്ചയുടെ നിരക്ക് അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയാണ്. ഈ അടുത്ത ദിവസം വ്യാവസായിക വളർച്ചാ നിരക്കിന്റെ ഒരു കണക്ക് പുറത്തു വന്നു. 2014 ഒക്ടോബറിൽ നമ്മുടെ രാജ്യത്തെ വ്യാവസായിക വളർച്ചാ നിരക്ക് -2.7% അവിടെ നിന്ന് ഒരു വർഷം കഴിഞ്ഞ് 2015 ഒക്ടോബർ മാസത്തില് 9.28% വളർച്ചയായിട്ട് ഒരു കൊല്ലക്കാലം കൊണ്ട് 9% വ്യാവസായിക വളർച്ചാ നിരക്ക് കൈവരിക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിച്ചിരിക്കുന്നു. मैन्युफैक्चरिंग सेक्टर में पिछले अक्टूबर में 2014 के अक्टूबर में -5.6% था और आज अक्टूबर 2015 आते आते +10.6% पर पहुंच गया, यानी 15%. ഉൽപാദന മേഖലയിൽ 2014 ഒക്ടോബറിൽ നമ്മുടെ വളർച്ചാ നിരക്ക് -0.56%, ഇന്ന് 10%-ലധികം വളർച്ചാ നിരക്ക് ഒരു വർഷം കൊണ്ട് നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. ഏതാണ്ട് 15% വളർച്ചാ നിരക്കാണ് നമുക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. भारत के नौजवान को स्किल डेवलपमेंट पर हम बल दे रहे हैं. पूरे हिंदुस्तान में आधुनिक से आधुनिक स्किल डेवलपमेंट के मिशन चले. हिंदुस्तान के हर नौजवान को उनके हाथों में हुनर हो, स्किल हो, ताकि जो मेक इंडिया अभियान है उसके रोजगार की संभावनाएं ये नौजवान के लिए हो. ഭാരതത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ജീവിതം, ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തൊഴിൽശാലകളിൽ പണിയെടുക്കാൻ കഴിയുന്ന തൊഴിൽ നൈപുണ്യം കൈവരിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വിജയപ്രദമാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. केरल के नौजवान बुद्धिमान है, केरल के नौजवान टैलेंटेड है, इंटेलिजेंट है, अंग्रेजी भाषा पर उनका प्रभुत्व है. इनोवेशन के लिए केरल का नौजवान बहुत कुछ कंट्रीब्यूट कर सकता है और इसलिए हमने भारत में स्टार्टअप इंडिया, स्टैंड अप इंडिया मूवमेंट चलाया है. ऐसे जो नौजवान हैं जो इनोवेशन के द्वारा देश और दुनिया को कुछ देना चाहते हैं, उनको पूरी मदद मिले और ये हमारे नौजवान भारत के लिए, दुनिया के लिए कुछ नया कर दिखाएं, उसके लिए सरकार पूरी तरह समर्थन कर रही है. കേരളത്തിലെ ചെറുപ്പക്കാർ കഴിവുള്ളവരാണ്, അധ്വാനശീലരാണ്, പ്രതിഭാധനരാണ്. അങ്ങനെയുള്ള ചെറുപ്പക്കാർക്ക് അവർക്കുള്ള അവസരങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്നുള്ള മുദ്രാവാക്യം രൂപീകരിച്ചുകൊണ്ട്, ആ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സ്റ്റാർട്ടപ്പ് വ്യവസായങ്ങള്, പുതിയ ഉൽപാദനത്തിന്റെ പുതിയ മേഖലകൾ, നവീനമായിട്ടുള്ള ആശയങ്ങൾ, അത്തരത്തിലുള്ള പദ്ധതികൾ, അതൊക്കെ ആവിഷ്കരിക്കാനുള്ള പദ്ധതികളുമായിട്ട്, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് ഈ സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത്. मैंने बैंकों को सूचना दी है. हिंदुस्तान में बैंकों की ब्रांचों की संख्या 1.25 लाख है. 1.25 लाख ब्रांचेज है. मैंने उनको कहा है हर ब्रांच एक महिला को और एक दलित को स्टार्टअप के लिए विशेष रूप से आर्थिक मदद करें. अगर 1.25 लाख बैंक दो ऐसे गरीब और पिछड़े लोगों को, महिलाओं को अगर स्टार्टअप के लिए आर्थिक मदद करते हैं, हिंदुस्तान में 2.5 लाख नए स्टार्टअप यूनिट समाज के इन लोगों के द्वारा चालू हो सकते हैं. നമ്മുടെ രാജ്യത്ത് വിവിധ ബാങ്കുകളുടെ 1.25 ലക്ഷം ശാഖകളുണ്ട്. ഈ 1.25 ലക്ഷം ശാഖകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആ ഓരോ ശാഖയും, അവരുടെ ഓരോ ശാഖയിലും ഒരു സ്ത്രീ, അതോടൊപ്പം ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തി, പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തി, അങ്ങനെയുള്ളവർക്ക് ഈ സ്റ്റാർട്ടപ്പ് വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം നൽകണം. രാജ്യത്തെ 1.25 ലക്ഷം ബാങ്കുകളിൽ
ഈ പദ്ധതി നടപ്പിലായാൽ 2.5 ലക്ഷം സ്റ്റാർട്ടപ്പ് വ്യവസായങ്ങള് സ്ത്രീകളും അതുപോലെ ദളിത് വിഭാഗങ്ങളിലും പെടുന്നവർ അവരുടെ ആഭിമുഖ്യത്തിൽ 2 ലക്ഷം പദ്ധതികൾ അങ്ങനെയുള്ള നടപ്പിലാക്കാൻ പോകുന്നത്. केरल में यहाँ के हर नौजवान के मन में अच्छी पढ़ाई की ललक रहती है। अच्छे एजुकेशन के लिए हर परिवार की इच्छा रहती है कि बेटा बेटी अच्छा पढ़े, ज्यादा पढ़े। लेकिन आज की शिक्षा इतनी महंगी है कि कभी गरीब माँ बाप का बेटा पढ़ाई नहीं कर पाता है। उसको बैंक से लोन मिलनी चाहिए, लेकिन पिछले कुछ वर्षों से बैंकों की ऐसी कार्रवाई रही है, इस प्रकार का चाल चलन रहा है कि विद्यार्थियों को लोन देने का काम सबसे आखिरी रहता है। उनके साथ अन्याय होता है, उनका कभी कभी शोषण होता है। हमने बैंकों में आमूलचूल परिवर्तन का बीड़ा उठाया है और इतना ही नहीं, बैंकों को कठोर से कठोर सूचनाएं दी गई है कि जो विद्यार्थी बैंक से लोन लेना चाहता है उनको प्रायोरिटी देनी चाहिए। और भारत सरकार ने पिछले बजट में घोषित किया है कि हम विद्यार्थियों को बैंकों से पैसा लेने के लिए एक अलग मैकेनिज्म बनाएंगे, एक अलग बोर्ड बनाएंगे जो मॉनिटर करेगा ताकि विद्यार्थियों को बैंकों से पैसा लेने में कोई कठिनाई न हो, कोई दिक्कत न हो। इसको हमने प्रोएक्टिवली शुरू किया है। കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ ചെറുപ്പക്കാർ വിദ്യാഭ്യാസം നേടുന്നതിൽ താല്പര്യമുള്ള ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് കേരളത്തിലെ എല്ലാവരും പഠനം നടത്താൻ താല്പര്യമുള്ളവരാണ്. പക്ഷേ ഇന്ന് വിദ്യാഭ്യാസം വളരെ ചെലവേറിയ ഒരു സംവിധാനമാണ്. സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്ത വിധത്തിൽ വിദ്യാഭ്യാസത്തിന്റെ ചെലവുകൾ വർദ്ധിച്ചിരിക്കുകയാണ്. പാവപ്പെട്ടവർക്ക് ആ വിദ്യാഭ്യാസം താങ്ങാൻ സാധിക്കാത്തവർക്ക് വേണ്ടി വിദ്യാഭ്യാസ വായ്പകൾ, ആ വായ്പകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പണ്ട് മുതലേ നേരത്തെ തന്നെയുണ്ട്. പക്ഷെ പല ബാങ്കുകളും അത് യഥാവിധി നടപ്പിലാക്കുന്നില്ല. പല ബാങ്കുകളും വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്നു, അവരുടെ രക്ഷിതാക്കളെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് വിധേയരാക്കുന്നു. നമ്മുടെ സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ബജറ്റിൽ വിദ്യാഭ്യാസ വായ്പകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പദ്ധതി തന്നെ അത് വേണ്ട വിധത്തിൽ നിരീക്ഷിക്കാൻ, അതിന്റെ സൂപ്പർവിഷന് വേണ്ടിയിട്ട് അതിന് പ്രത്യേക ബോർഡ് രൂപീകരിക്കാൻ, അതിലൂടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള നിർധനരായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ലഭിക്കുന്ന വായ്പകളുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഉപേക്ഷയും ഉണ്ടാകരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം, ആ നിർദ്ദേശമാണ് ബാങ്കുകൾക്ക് നൽകിയിട്ടുള്ളത്. केरल के नौजवानों की ताकत ऐसी है कि डिजिटल इंडिया का नेतृत्व केरल के नौजवान कर सकते हैं और इसलिए डिजिटल इंडिया का ऑप्टिकल फाइबर नेटवर्क का काम हम सबसे ज्यादा केरल की धरती पर कर रहे हैं। भारत सरकार बहुत बड़ी मात्रा में पूंजी लगा रही है ताकि केरल के नौजवान विश्व फलक पर डिजिटल इंडिया के माध्यम से अपने कौशल्य को दिखा सके। കേരളത്തിലെ ചെറുപ്പക്കാർ ആധുനിക സാങ്കേതിക വിദ്യയിൽ അങ്ങേയറ്റം കഴിവുള്ളവരാണ്. അതുകൊണ്ടാണ് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി, ആ പദ്ധതിക്ക് തുടക്കമിട്ടത് തന്നെ കേരളത്തിലാണ്. അത് ഏറ്റവും വ്യാപകമാക്കാൻ വേണ്ടിയിട്ടുള്ള, അതിനു വേണ്ടിയിട്ടുള്ള പണം, അതിനു വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടുള്ള വകയിരുത്തൽ, ആ വകയിരുത്തൽ ഏറ്റവും കൂടുതലായിട്ട് നടത്തിയിട്ടുള്ളത് കേരളത്തിലാണ്. അതിലൂടെ ഈ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയിലൂടെ കേരളത്തിന്റെ വികസനം, ആ വികസനം സാധ്യമാക്കാൻ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് സാധിക്കും. केरल के मेरे माछीमार भाई, मेरे मछुआरे, उनके जिंदगी में बदलाव आना चाहिए। क्वालिटी ऑफ लाइफ, हमारा फिशिंग इंडस्ट्री आधुनिक बननी चाहिए। हमारे फिशरमैन को एक्सपोर्ट करने का अवसर मिलना चाहिए। हमारे फिशरमैन के परिवार की जिंदगी में बदलाव आना चाहिए। हमने एक कमेटी बनाई है, विस्तार से उसकी चर्चा कर रहे हैं और मैं आने वाले दिनों में हिंदुस्तान भर के फिशरमैन के लिए एक प्रगतिशील योजना लेकर के, आधुनिक फिशिंग व्यवस्था को लेकर के हिंदुस्तान के फिशरमैन की भलाई के लिए एक नई योजना लेकर के आने वाला हूं। കേരളത്തിലെ വളരെ വലിയൊരു കടലോര പ്രദേശമുള്ള ഈ കേരളത്തിൽ ജീവിക്കുന്ന മത്സ്യബന്ധന മേഖലയിലുള്ള മീൻപിടുത്തക്കാരായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ധീവര അരയ വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകൾ, അവരുടെ ജീവിതം വളരെ വിഷമകരമായിട്ടുള്ള ജീവിതമാണ്.
അവർക്ക് ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മീൻപിടുത്തം നടത്താൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ, ആ സഹായം നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതിനു വേണ്ടിയിട്ട് ഒരു പുതിയ കമ്മിറ്റി, കഴിഞ്ഞ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിക്ക് പകരം ഒരു പുതിയ കമ്മിറ്റി, ആ കമ്മിറ്റി ഇപ്പോ ഈ സർക്കാർ നിയോഗിച്ചിരിക്കുകയാണ്. മത്സ്യബന്ധന മേഖലയിലുള്ള മുഴുവൻ ആളുകളുമായും എല്ലാ വിഭാഗങ്ങളുമായും കൂടിയാലോചനകൾ നടത്തിക്കൊണ്ട് ഈ പ്രദേശത്തെ, ഈ മേഖലയിലുള്ള ജനങ്ങളുടെ ആശങ്കകൾ മുഴുവൻ ദൂരീകരിക്കുന്ന തരത്തിലുള്ള ഒരു മത്സ്യബന്ധന നയം, അത്തരത്തിലുള്ള ഒരു നയം രൂപീകരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടാകും എന്നുറപ്പ് നൽകുകയാണ്. पिछले दिनों मुझे रबर की खेती करने वाले केरल के कुछ किसानों से मिलने का अवसर मिला। उनकी समस्याओं को मैं समझा और सबसे पहला काम हमने किया कि हमारे देश में जो रबर इंपोर्ट होता था और जिसके कारण रबर की खेती करने वाले हमारे किसान, उसकी फसल के दाम गिर जाते थे, हमारा किसान बेहाल हो जाता था। हमने इंपोर्ट पर बहुत सारे रिस्ट्रिक्शन लगाए, ड्यूटी स्पेशली लगाई, ताकि मेरे केरल के किसान जो रबर की खेती करते हैं वो बाजार में टिक पाए और उनकी आर्थिक स्थिति को कोई संकट न आए। കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ കാരണം ആഗോളതലത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ ഫലമായിട്ട് റബ്ബറിന്റെ വിലയിടിയുകയാണ്. അതിന്റെ ഫലമായിട്ട് കേരളത്തിലെ റബ്ബർ കർഷകർ വളരെയധികം വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പരിഹാരം എന്നുള്ള നിലയിൽ റബ്ബർ ഇറക്കുമതിയുടെ ചുങ്കം, ആ ചുങ്കം വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. റബ്ബർ കർഷകർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായകരമായിട്ടുള്ള നടപടികൾ എടുക്കാൻ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിലൂടെ കേരളത്തിലെ റബ്ബർ കർഷകരുടെ അവരുടെ വില, അവർക്ക് അർഹമായിട്ടുള്ള വില ലഭിക്കാൻ അതിനുവേണ്ടിയുള്ള നടപടികൾ എടുക്കാൻ സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. हम मेक इन इंडिया में उन उद्योगों को बल देना चाहते हैं ताकि हमारा किसान जो रबर पैदा करता है उस रबर रॉ मटेरियल के लिए काम आए और किसान को पूरे पैसे मिले और भारत में उद्योगों का विकास हो। इस प्रकार की योजना को हम बल दे रहे हैं. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ റബ്ബറിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിലൂടെ റബ്ബർ വ്യവസായങ്ങൾ വർദ്ധിപ്പിച്ച് റബ്ബർ മേഖലയിലെ വ്യവസായികൾക്ക് അവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും അതോടൊപ്പം ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിന് അർഹമായിട്ടുള്ള വില ലഭിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് റബ്ബർ കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടികൾ, അങ്ങനെയുള്ള നടപടികൾ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിട്ട് മാറ്റാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുകയാണ്. मेरा सपना है 2022 में 2022 भारत की आजादी के 75 साल होंगे. भारत की आजादी जब 75 साल हो तब आजादी का जश्न हम कैसे मनाएं. मेरा सपना है कि आजादी का जश्न जब मनाएं तब हिंदुस्तान में हर परिवार के पास अपना रहने का पक्का घर हो, उस घर में शौचालय हो, पानी की व्यवस्था हो, बिजली हो, नजदीक में बच्चों के लिए स्कूल हो, बूढ़ों के लिए अस्पताल हो. ऐसे काम 2022 में देश को सुपुर्द करने का मेरा इरादा है. ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം നേടി 75 വർഷം പൂർത്തിയാകുന്ന വർഷമാണ് 2022. ആ 2022 കുറിച്ച് ഒരു സ്വപ്നമുണ്ട്. 2022 ഈ രാജ്യം സ്വാതന്ത്ര്യം നേടി 75 വർഷം ആഘോഷിക്കുമ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും അവർക്ക് പാർക്കാൻ അവരുടേതായിട്ടുള്ള ഒരു വീടുണ്ടാകണം. ആ വീട്ടിൽ അവർക്ക് ശൗചാലയങ്ങൾ ഉണ്ടാകണം, അവർക്ക് വൈദ്യുതി ഉണ്ടാകണം, അവർക്ക് കുടിവെള്ളത്തിനുള്ള സാഹചര്യം ഉണ്ടാകണം, അവിടെയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ അവരുടെ വീടിനടുത്ത് വിദ്യാലയങ്ങൾ ഉണ്ടാകണം, പ്രായമായിട്ടുള്ള ആളുകൾക്ക് അവരുടെ വൈദ്യസഹായത്തിനുള്ള അതിനുള്ള ആശുപത്രികൾ ഉണ്ടാകണം. അങ്ങനെയുള്ള ഒരു സാഹചര്യം, അങ്ങനെയുള്ള ഒരു ഭാരതം,
ആ ഭാരതമാണ് 2022-ൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വർഷം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും സ്വപ്നം കാണുന്ന ഭാരതം. गरीब से गरीब को भी रहने के लिए घर मिलना चाहिए. ये बहुत बड़ा काम है, लेकिन उसको पूरा करने का बीड़ा उठाया है. പാവപ്പെട്ടവനിൽ പാവപ്പെട്ടവനായിട്ടുള്ളവന് പോലും അവന് താമസിക്കാൻ ഒരു കൂരയുണ്ടാകണം, അവർ താമസിക്കാനുള്ള വീടുണ്ടാകണം. അത് വളരെ വലിയൊരു ലക്ഷ്യമാണ്, അത് വളരെ വലിയൊരു പദ്ധതിയാണ്. പക്ഷേ ആ പദ്ധതി പ്രാവർത്തികമാക്കാൻ ഭാരതത്തിന്റെ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. भारत के अर्थतंत्र को बड़े बड़े उद्योग नहीं चलाते हैं. भारत के अर्थतंत्र को चलाते हैं छोटे छोटे कारोबार करने वाले लोग. धोबी होगा, नाई होगा, अखबार बेचने वाला होगा, दूध बेचने वाला होगा, कपड़े बेचने वाला होगा. ये छोटा छोटा कारोबार करने वाले लोग होते हैं. हिंदुस्तान में ऐसे 14 करोड़ कारोबार करने वाले छोटे लोग हैं, जो करीब 14 करोड़ लोगों को रोजगार इनके द्वारा मिलता है. നമ്മുടെ നാട്ടിന്റെ സമ്പദ് വ്യവസ്ഥ, ആ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ, അതിന്റെ അടിസ്ഥാനം അത് വൻകിട വ്യവസായങ്ങളല്ല. ഈ നാട്ടിലെ ചെറുകിട വ്യവസായങ്ങൾ, ചെറുകിട വ്യാപാരികൾ, പാൽ കച്ചവടക്കാർ, പച്ചക്കറി കച്ചവടക്കാർ, പത്രം വിൽക്കുന്നവർ, അങ്ങനെയുള്ള ചെറുകിട കച്ചവടക്കാരും ചെറുകിട വ്യവസായങ്ങൾ നടത്തുന്നവരും, അങ്ങനെയുള്ളവരാണ് ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനം. അങ്ങനെയുള്ള 14 കോടി ജനങ്ങളാണ് ഈ രാജ്യത്തുള്ളത്. ആ 14 കോടി ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ, അവർക്കെല്ലാവർക്കും തൊഴിലുറപ്പ് വരുത്താൻ, അതിനാണ് ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. और ऐसे छोटे लोगों को बैंक पैसे देती नहीं है. बेचारों को सरकार के पास से बड़े ब्याज से पैसा लेना पड़ता है. वो कर्ज में डूब जाते हैं और अपना कारोबार बढ़ा नहीं पाते हैं. हर बार आधे पैसे ब्याज में चले जाते हैं. मुश्किल से अपने घर में बच्चों को पाल सकते हैं. അങ്ങനെയുള്ള ഈ 14 കോടി ജനങ്ങൾക്ക് അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ബാങ്കുകൾ സഹായം നൽകാറില്ല. അവർ പലപ്പോഴും കൊള്ളപ്പലിശക്കാരെ സമീപിക്കേണ്ടി വരുന്നു. വലിയ പലിശ നൽകി അവരുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലെത്തുന്നു. അതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ മേഖലയിലെ പ്രശ്നം. और ऐसे काम करने वालों में 70% लोग या तो शेड्यूल कास्ट के हैं, या शेड्यूल ट्राइब के हैं, या ओबीसी से हैं. समाज के पिछड़े तबके के लोग हैं जो ये काम करते हैं, लेकिन बैंक उनको पैसे नहीं देती है. ഈ പറയുന്ന ജനവിഭാഗത്തിൽ ബഹുഭൂരിപക്ഷം 70%-ലധികം വരുന്ന ആളുകൾ നമ്മുടെ നാട്ടിലെ ദളിത് വിഭാഗങ്ങളിൽ പെടുന്നവരാണ്, പിന്നോക്ക ജനവിഭാഗങ്ങളിൽ പെടുന്നവരാണ്. പക്ഷേ ബാങ്കുകൾ അവരുടെ സഹായത്തിന് എത്താറില്ല. और इन लोगों को मदद करने के लिए, उनके कारोबार को बढ़ाने के लिए, वे नए लोगों को रोजगार दे सके, इसके लिए, और इस प्रकार के काम में नए नए नौजवान जुड़े, इसके लिए हमने प्रधानमंत्री मुद्रा योजना शुरू की है. मुझे आज खुशी होती है कहने से कि प्रधानमंत्री मुद्रा योजना शुरू करने के इतने कम समय में अब तक 78 लाख लोगों को मुद्रा बैंक से पैसे मिल चुके हैं, और करीब करीब 47,000 करोड़ रुपीस इन सामान्य तबके के लोगों को दिया है, और एक भी रुपये की गारंटी के बिना दिया है. अब इनका कारोबार कितना बढ़ेगा, इसका आप अंदाज लगा सकते हैं. ഈ പറഞ്ഞ ജനവിഭാഗങ്ങൾക്ക് അവർക്ക് അവരുടെ വ്യവസായപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായം നൽകാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന എന്നുള്ള പേരിലുള്ള പുതിയ വായ്പാ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത്. ചുരുങ്ങിയ സമയം കൊണ്ട് 48 ലക്ഷം ആളുകൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചിരിക്കുന്നു. 78 ലക്ഷം കോടി രൂപ ഇതിലൂടെ 78,000 കോടി രൂപ ഈ പദ്ധതിയിലൂടെ വിതരണം ചെയ്തിരിക്കുന്നു. ഈ പറഞ്ഞ ജനവിഭാഗം, സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗം,
ആ ജനവിഭാഗത്തിന് സഹായമെത്തിക്കാൻ ഈ പ്രധാനമന്ത്രി മുദ്രാ യോജനയിലൂടെ സാധ്യമായിരിക്കുന്നു. अकेले केरल में इस प्रधानमंत्री मुद्रा योजना के तहत 2,25,000 लोगों को अब तक 2,100 करोड़ रुपया 2,100 करोड़ रुपए ऑलरेडी केरल में दे दिया गया है. കേരളത്തിൽ മാത്രം 2.25 ലക്ഷം ആളുകൾക്ക് 2,100 കോടി രൂപയാണ് ഇതുവരെയായിട്ട് ഈ പ്രധാനമന്ത്രി മുദ്രാ യോജനയിലൂടെ വായ്പ നൽകിയിരിക്കുന്നത്. कहने का तात्पर्य यह है कि भारत सरकार हिंदुस्तान के सभी राज्यों का विकास करना चाहती है. भारत सरकार हिंदुस्तान के गांव का, शहर का, गरीब का, किसान का, मजदूर का, मछुआरे का, हर किसी का विकास करना चाहती है. और ये सर्वांगीण विकास करते करते भारत को एक आर्थिक बनाने की दिशा में हम काम कर रहे हैं. ഈ പറഞ്ഞതിന്റെ അർത്ഥം കേന്ദ്ര സർക്കാർ ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളുടെയും വികസനം ആഗ്രഹിക്കുന്ന സർക്കാരാണ്. എല്ലാ സംസ്ഥാനങ്ങളും വികസിക്കണം എന്നാഗ്രഹിക്കുന്ന സർക്കാരാണ്. തൊഴിലാളികളുടെയും അധ്വാനിക്കുന്നവരുടെയും കർഷകരുടെയും പരമ്പരാഗത വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെയും ഉൾപ്പെടെ എല്ലാ പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും അവരുടെയൊക്കെ വികസനം, ആ വികസനം ആഗ്രഹിക്കുന്ന, അതിനു വേണ്ടിയിട്ട് പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു സർക്കാരാണ്. ആ സർക്കാരാണ് ഇന്ന് രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. केरल की राजनीति का एक दुर्भाग्य रहा है कि पहले एक गठबंधन आता है, 5 साल केरल को लूटता है, फिर केरल की जनता नाराज होकर के उनको निकाल देती है, तो फिर 5 साल के बाद दूसरा गठबंधन आता है, वो केरल को लूटता है, फिर जनता नाराज होती है, फिर इनको निकाल देती है. और ये दोनों गठबंधन एक दूसरे के पापों को छिपाने में लगे रहते हैं और नया पाप करने में लगे रहते हैं. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി, പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക പ്രതിഭാസം നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൽ 5 വർഷം ഒരു മുന്നണി ഭരിക്കുന്നു. ആ മുന്നണി ഭരിച്ച് നാട് മുടിക്കുന്നു. ജനങ്ങൾ അവരോടുള്ള വിരോധം, അവരോട് ദേഷ്യം കൊണ്ട് ആ മുന്നണിയെ ചവിട്ടി പുറത്താക്കുന്നു. അടുത്ത മുന്നണിയെ അവരെ ഭരണത്തിൽ ഏൽപ്പിക്കുന്നു. പക്ഷെ അവരുടെ ഭരണത്തിലേറ്റ് 5 വർഷം അവർ ഭരിക്കുന്നു. അവരും ഈ നാട് കൊള്ളയടിക്കുന്നു. വീണ്ടും തിരിച്ച് പഴയ ആളുകളെ വീണ്ടും ഭരണത്തിലേറ്റുന്നു. ഇങ്ങനെ മാറി മാറി ഭരിക്കുന്ന ആളുകളെ ഇവർ രണ്ടു കൂട്ടരും പരസ്പരം അവരുടെ മുഴുവൻ അഴിമതിയും കുറ്റങ്ങളും, അവരുടെ മുഴുവൻ കൊള്ളരുതായ്മകൾ, ആ കൊള്ളകൾ മുഴുവൻ തന്നെ ഒത്തുകളിച്ചുകൊണ്ട് അതെല്ലാം തന്നെ മൂടിവെക്കുന്ന ഒരു സാഹചര്യം, ആ സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത്. लेकिन अब केरल की जनता को निराश होने की जरूरत नहीं है. ये 5-5 साल बाद एक बार आते थे. अब एक तीसरी शक्ति केरल में उभर करके आई है. एक तीसरी शक्ति का उदय हुआ है. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു, മാറി 5 കൊല്ലം വീതം ഈ രണ്ട് മുന്നണികളെ പരീക്ഷിച്ചത് കൊണ്ട് ഫലമില്ല. പകരം മറ്റൊരു ശക്തി, മൂന്നാമതൊരു ശക്തി ഈ കേരളത്തിൽ ഉദയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ये केरल में ये जो तीसरी शक्ति दिखाई दे रही है वो शंकर के तीसरे नेत्र जैसी है, जिस नेत्र से बुराइयां भस्म हो जाएगी, भ्रष्टाचार नष्ट हो जाएगा, पाप से मुक्ति मिलेगी. ऐसा शंकर का तीसरा नेत्र, ये तीसरी शक्ति उभर करके आ रही है. ഈ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന കേരളത്തിലെ ഈ മൂന്നാം ശക്തിയുടെ പ്രതിനിധികളായിട്ടുള്ള ഈ ശക്തിയുടെ ശക്തി അത് ശിവഭഗവാന്റെ തൃക്കണ്ണ് തുറക്കുന്നത് പോലെയുള്ള ശക്തിയാണ്. അത് ഈ കേരളത്തിൽ അഴിമതിയെ തുടച്ചു നീക്കുന്ന ശക്തിയാണ്. അത് ഈ കേരളത്തിലെ കൊള്ളരുതായ്മകൾക്കെതിരായിട്ടുള്ള ശക്തിയാണ്. അങ്ങനെയുള്ള ഒരു ശക്തിയാണ് ഈ കേരളത്തിൽ ഉദയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. इस तीसरी शक्ति के उदय के साथ मैं केरल के भाग्योदय को भी देख रहा हूं. ഈ മൂന്നാം ശക്തിയുടെ ഉദയത്തിന് വേണ്ടിയിട്ട് ആ ശക്തിയെ അനുഗ്രഹിക്കാൻ കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. और मुझे विश्वास है कि केरल में जो नई शक्ति उभरी है
वही केरल के भाग्य को बदलेगी, वही केरल के नौजवान का जीवन बदलेगी, वही किसानों को ताकत का कल्याण करेगी, वही सुख और शांति का विश्वास दिलाएगी। ഈ മൂന്നാം ശക്തിയുടെ വിജയത്തിലൂടെ ആ മൂന്നാം ശക്തിയിലൂടെ മാത്രമേ കേരളത്തിലെ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മയുടെ പ്രശ്നം അവസാനിക്കുകയുള്ളൂ, കേരളത്തിന്റെ വികസനം സാധ്യമാവുകയുള്ളൂ, കേരളത്തിലെ ജനങ്ങൾക്ക് സൗകര്യത്തോടു കൂടിയുള്ള ജീവിതം സാധ്യമാവുകയുള്ളൂ. मैं फिर एक बार केरल की जनता का पिछले चुनावों में पंचायत, नगरपालिका, महानगरपालिका भारतीय जनता पार्टी को अभूतपूर्व समर्थन देने के लिए हृदय से बहुत बहुत अभिनंदन करता हूं, बहुत बहुत धन्यवाद करता हूं. ഒരിക്കൽ കൂടി കഴിഞ്ഞ പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പുകളിൽ അത്യുജ്വലമായിട്ടുള്ള വിജയം സമ്മാനിച്ച ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയം സമ്മാനിച്ച കേരളത്തിലെ ജനങ്ങളോട് ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. केरल में ये विशाल रैली, ये जनसैलाब, यही इस बात का सबूत है कि केरल ने परिवर्तन का मन बना लिया है. ഈ വിശാലമായിട്ടുള്ള ഈ ജനസമൂഹമാണ് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിന്റെ പ്രതിഫലനമാണ് ഇവിടെയുള്ളത്. കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. मैं आपको बहुत बहुत शुभकामनाएं देता हूं और कुछ दिनों के बाद 2016 आएगी, क्रिसमस का पर्व आएगा. मेरी तरफ से आने वाले क्रिसमस के पर्व की आपको बहुत बहुत शुभकामनाएं, नववर्ष की बहुत बहुत शुभकामनाएं. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പുതിയ വർഷം ആരംഭിക്കുകയാണ്. ക്രിസ്മസിന്റെ കാലഘട്ടമാണ്, ക്രിസ്മസ് ആഘോഷമാണ് വരുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു, നവവർഷ ആശംസകൾ നേരുന്നു. बहुत बहुत धन्यवाद. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നന്ദി ശ്രീ മോഡിജി. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് തൃശ്ശൂർ മഹാനഗരത്തിൻ്റെ ഉപഹാര സമർപ്പണമാണ്. ആ ഉപഹാര സമർപ്പണത്തിന് വേണ്ടി പാർട്ടി ജില്ലാ അധ്യക്ഷൻ ശ്രീ നാഗേഷ് ക്ഷണിക്കുന്നു. ചിത്രകലാശാഖകളിൽ കേരളത്തിൻ്റെ ചുവർ ചിത്രകലാരീതി പാരമ്പര്യം കൊണ്ടും മിഴിവ് കൊണ്ടും പ്രകൃതിജന്യവും പഞ്ചവർണ്ണ പ്രധാനവുമായ രചനാ വൈഭവം മൂലവും വേറിട്ട് നിൽക്കുന്നു. ഈ രംഗത്തെ അതികായനായ ശ്രീമാൻ ശരൺ അദ്ദേഹത്തിൻ്റെ 4 മാസം നീണ്ടുനിന്ന പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ചിത്രം തയ്യാറാക്കിയിട്ടുള്ളത്. അർദ്ധനാരീശ്വരനായ ശ്രീ വടക്കുംനാഥൻ്റെ രൂപത്തിൽ തത്വമസി എന്ന ആധ്യാത്മിക വിളിച്ചോതുന്ന ഭാരതത്തിലെ സകല പ്രധാന മതവിഭാഗങ്ങളുടെയും പവിത്ര ചിഹ്നങ്ങളെയാണ് ചിത്രകാരൻ ഈ ചിത്രത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. 5 മാസക്കാലത്തെ പരിശ്രമ ഫലമായി ഈ ചിത്രം തയ്യാറാക്കിയ ശരൺ എന്ന വ്യക്തിക്ക് സുരക്ഷാ കാരണങ്ങളാൽ ഈ വേദിയിലെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിനോട് സംഘാടക സമിതിക്കുള്ള ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള ഈ ചിത്രം തൃശ്ശൂർ മഹാനഗരത്തിനു വേണ്ടി ശ്രീ നരേന്ദ്രമോദിജിക്ക് സമ്മാനിക്കാൻ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ എ നാഗേഷിനോട് അഭ്യർത്ഥിക്കുന്നു. ഈ ചടങ്ങിന് കൃതജ്ഞത രേഖപ്പെടുത്താൻ ശ്രീ ജില്ലാ പ്രസിഡന്റ് ശ്രീ എ നാഗേഷിനെ അഭ്യർത്ഥിക്കുന്നു. ചരിത്രപരമായിട്ടുള്ള വടക്കുനാഥന്റെ മണ്ണിൽ ചരിത്രപരമായിട്ടുള്ള ഒരു മഹാസംഗമത്തിൽ